കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷാജിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. യുവതിയുടെ മൃതദേഹം കണ്ടെത്തി റെയിൽവേ ട്രാക്കിലെത്തിച്ച് ആയിരുന്നു തെളിവെടുപ്പ്. മോട്ടീവ് ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിൻറ്റും മൂക്കിൻറ്റും തലക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. സുധയുമായുള്ള ബന്ധം തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയെന്ന് പോലീസ് പറയുകയും ചെയ്തു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അയാൾ വളരെ കൂളായി അവിടെ നിന്ന് പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തെളിവെടുപ്പിൽ. ഏതെങ്കിലും തരത്തിൽ കുറ്റബോധമൊന്നും അയാൾക്ക് തോന്നിയില്ല, മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നെങ്കിലും. വിപിൻ, അതെ അശ്വി, വൈറ്റില റെയിൽവേ പാളത്തിന് സമീപത്തെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇന്നലെ ഈ ഒരു ചോദ്യം ചെയ്യലിലും കൃത്യമായി തന്നെ എന്താണ് ഈ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി തന്നെ ഈ പ്രതി പറഞ്ഞു, കുറ്റം സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 20 വർഷത്തോളമായിട്ടുള്ള ഒരു പരിചയമാണ് ഈ സുധാ ബേബിയുമായിട്ടുള്ളത്. പലപ്പോഴും ഇപ്പോൾ ഈ കൊലപാതകം നടന്ന ഈ പ്രദേശത്തൊക്കെ ഇവർ വരികയും അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുടുംബ ബന്ധത്തെ ഇത് ബാധിക്കും, അതായത് സുധാ ബേബിയുമായുള്ളൊരു ബന്ധം ബാധിക്കും. ഒപ്പം തന്നെ അത് വീട്ടിൽ പറയുമെന്ന് സുധാ ബേബി പറയുകയും കൂടി ചെയ്തതോടുകൂടി ഒഴിവാക്കാനുള്ളൊരു ശ്രമം പ്രതിയുടെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നു. ഇതൊരു വൈരാഗ്യമായി, ദേഷ്യമായി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ സമയത്ത് മുഷ്ടി ചുരുട്ടി ആദ്യം മുഖത്തേക്ക് ഇടിക്കുന്നു. മുഖത്തേക്ക് ഇടിച്ച് ചോര വന്നിട്ടുണ്ട്. അതിനുശേഷം തള്ളിയിട്ടു. ഈ തള്ളിയിട്ടലിലാണ് അവിടുത്തെ ഒരു കല്ലിൽ തലയിടിച്ച് വീഴുകയും അതിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. ശരീരമാസകലം അങ്ങനെ മൽപ്പിടുത്തം നടന്നതിൻ്റെ, മുറിവേറ്റതിൻ്റെ എല്ലാം തന്നെ പാടുകളുമുണ്ട്. ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. തർക്കം ഉണ്ടാവുന്നു. തർക്കത്തിൽ പ്രകോപനത്തിൽ കൊലപാതകം എന്നതാണോ അതോ ആസൂത്രിതമായി കൊല്ലാൻ തീരുമാനിച്ചു വന്ന് കൊലപ്പെടുത്തി എന്നതാണോ പോലീസ് പറയുന്നത്? അശ്മി, ഒരു വൈരാഗ്യം ഇവർ തമ്മിൽ ഇവർക്ക് ഈ സുധാ ബേബിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഇതിൽ ചോദിക്കുകയും ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിയത്. അതായത് ഒരു കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രകോപനത്തിന്റെ പുറത്തല്ല ഇത് സംഭവിച്ചത് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാവുന്നത്. മുഖത്തേക്ക് ഇടിച്ച് അങ്ങനെ വാ പൊത്തിപ്പിടിച്ച് അങ്ങനെ ഒരു കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഈ CCTV-യിൽ കാണുന്ന പ്രകാരമാണെങ്കിൽ തിരിച്ചു പോകുന്നത് പൊന്നുരുണി സ്വദേശി ഷാജി മാത്രമാണ്. ഈ ഷാജിയുടെ ഷർട്ടിൽ ചോരക്കറയുണ്ടായിരുന്നു. ഇതാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരട് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ ഏറ്റവും നിർണായകമായത്. ഉടൻ തന്നെ കാക്കനാട് വെച്ച് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മുൻ ഹൈക്കോടതി ജീവനക്കാരനാണ്. ഇവർ തമ്മിൽ അങ്ങനെ ഒരു 20 വർഷത്തിന് മുൻപ് തന്നെ ആ ഒരു കുടുംബ സുഹൃത്തുക്കളായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അത് ഇപ്പോഴത്തെ ഈ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നു. തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം കോടതിയിൽ ഈ പൊന്നൂരിന് സ്വദേശി ഷാജിയെ ഹാജരാക്കുകയും ചെയ്യും. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.